നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഒന്നുമില്ല, ഇതാണ്ട് ഇവിടെ ഒരു പോയിന്റ് കണ്ടോ, ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് 2-3 ഫോഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇതാ ഇതൊരു ഫോഴ്സ്, ഇതൊരു ഫോഴ്സ് കണ്ടോ, ഇവിടെ ഒരു ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒ എന്ന് പറയുന്ന ഈ പോയിന്റ് എന്നെ ബേസ് ചെയ്ത് എത്ര ഫോഴ്സ് ഉണ്ട്? 3 ഫോഴ്സുകളുണ്ട് കണ്ടോ. ഇതിനെ പി എന്ന് വിളിക്കാം, ഇതിനെ ക്യൂ എന്ന് വിളിക്കാം, ഇതിനെ ആർ എന്ന് ഞാൻ വിളിക്കാം. സംശയം വല്ലതും ഉണ്ടോ? അപ്പം 3 ഫോഴ്സുകൾ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ പോയിന്റ് ഒ ഇക്വിലിബ്രിയത്തിലാണ്. ഒ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഒ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നോക്കൂ, ഒ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ഒ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഓയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ? 0. ഓയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാ? 0. അപ്പോൾ നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? സോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് അറ്റ് ഒ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ നെറ്റ് ഫോഴ്സ്? വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ പ്ലസ് വെക്ടർ ആർ, ഇത് ആഡ് ചെയ്താൽ നെറ്റ് ഫോഴ്സ് ആയി ഈക്വൽ ടു 0. ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇതിൽ നിന്നൊരു കാര്യം എഴുതാം. അപ്പോൾ വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതിക്കൂടെ? എന്താണ് ഈ എഴുതിയതിൻ്റെ മീനിങ്? ഈ പി പ്ലസ് ക്യൂ എന്ന് എഴുതി എന്താണ് മീനിങ്? പിയുടെയും ക്യൂവിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് എന്നല്ലേ? അത് ഈക്വൽ ടു ആയിരിക്കണം എന്തിന്? ആറിന്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എന്നല്ലേ മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇതാണ് പി, ഇതാണ് ക്യൂ. ഇത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് കാണാൻ നമുക്ക് പാരലോഗ്രാം ലോ ഉപയോഗിച്ചൂടെ? അപ്പോൾ ഇതിന് പാരൽ ഇവിടെ നിന്ന് വരയ്ക്കുക, വരച്ചു. ഇതിന് പാരൽ ഇവിടെ നിന്ന് വരയ്ക്കുക, വരച്ചിട്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? റിസൾട്ടന്റ് കിട്ടി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് ഇതാണല്ലേ? അപ്പോൾ നെറ്റ് എഫക്റ്റ്, അപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റിനെ ഞാൻ എഫ് എന്ന് വിളിക്കട്ടെ. ഈ നെറ്റ് എഫക്റ്റ് പറ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഈ ആറിന് ഈക്വൽ ആയിരിക്കണം. ഇത് മേലോട്ടും ഇത് താഴോട്ടും ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി ഈ പോയിന്റ് ഒ എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നും കൂടെ പറയുന്നു, നന്നായിട്ട് ശ്രദ്ധിച്ച് ആൻസർ പറയണം. നോക്കൂ, എന്താണ്? ഒന്നുമില്ല, ഇത് വെറും സിമ്പിൾ സാധനമാണ് ഞാൻ പറഞ്ഞത്. ദാ see how many forces are acting at O. So based on O there are 3 forces. First force I name it P. Second force I name it Q. No problem. Then third force I name it R. Okay, 3 forces are acting at O. Then I say O is in equilibrium. O is in equilibrium. So for O to be in equilibrium, net force acting should be 0. നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയൂ. വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ പ്ലസ് വെക്ടർ ആർ ഷുഡ് ബി ഈക്വൽ ടു 0. Am I right? Then വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ആർ എന്ന് നമുക്ക് എഴുതാം. എന്താണ് ഈ എഴുതിയതിൻ്റെ മീനിങ് എന്നാണ് ഞാൻ ചോദിച്ചത്. പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ പിയുടെയും ക്യൂവിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ്. പിയുടെയും ക്യൂവിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് എങ്ങനെ കാണും? ഇത് പി, ഇത് ക്യൂ. നെറ്റ് എഫക്റ്റ് കാണാൻ നമുക്ക് പാരലോഗ്രാം എല്ലാം ഉപയോഗിക്കാം. നോക്കൂ, ഇതിൻ്റെ പാരൽ ഇവിടെ നിന്ന് വരച്ചു, ഇതിൻ്റെ പാരൽ ഇവിടെ നിന്ന് വരച്ചു, എന്നിട്ട് ഇത് വരച്ചു. കണ്ടോ, ഇതാണ് പിയുടെയും ക്യൂവിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ്. ഇതിനെ ഞാൻ എഫ് എന്ന് വിളിക്കട്ടെ. ഇനി ഇത് ആറിന് എന്താണ്? ഈക്വൽ ആവണം, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവണം. ശരിയല്ലേ? ഈ സാധനം മേലോട്ട് ആണോ? ഇനി ഈ സാധനം താഴോട്ട്. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഇവിടെ അനങ്ങാതെ നിൽക്കും. നോക്കണേ, ഒ എന്ന് പറയുന്ന പോയിന്റിൽ മേലോട്ടൊരു ഫോഴ്സ്, താഴോട്ടൊരു ഫോഴ്സ്, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നെറ്റ് എഫക്റ്റ് 0 ആയില്ലേ? അപ്പൊ നിങ്ങളുടെ ഒ എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അനങ്ങാതെ നിൽക്കുകയാണ്, റെസ്റ്റിലാണ്. ഇതിനെ ബേസ് ചെയ്ത് പി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, ആർ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ കുറെ ഫോഴ്സുകൾ ഓയെ ബേസ് ചെയ്ത് ഉണ്ടായിരിക്കുകയും ഓ അനങ്ങാതെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ ഓ എന്തിലാണെന്ന് പറയും? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സുകളെ ഇക്വിലിബ്രിയം കൺകറന്റ് ഫോഴ്സസ് എന്ന് ഞാൻ പറയും. അപ്പൊ എന്തോന്നാണ് ഇക്വിലിബ്രിയം കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ? കുറേ ഫോഴ്സുകൾ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് ആക്ട് ചെയ്യുകയും അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് 0 വരികയും ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് ഒയെ നമ്മൾ എന്തിലാണെന്ന് പറയാം? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അവിടെ ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സുകളെ ഇക്വിലിബ്രിയം കൺകറന്റ് ഫോഴ്സസ് എന്നും പറയാം. അപ്പോൾ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് കുറേ ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയും അതിൻ്റെ എല്ലാം കൂടെ നെറ്റ് എഫക്റ്റ് 0 വരികയും ചെയ്യുന്ന സിറ്റുവേഷനിൽ
ആ ഫോഴ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കൺകറന്റ് ഫോഴ്സസ്. അപ്പോൾ എങ്ങനെ പറയും? ഇഫ് സം ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് keep the point in equilibrium, the forces are known as equilibrium concurrent forces. If some forces act based on a point, keep the point in equilibrium, the forces are known as equilibrium concurrent forces. Once again, if some forces act at a point, keep the point in equilibrium, the forces are known as equilibrium concurrent forces. Is it clear to you? So what are equilibrium concurrent forces? If some forces act at a point, keep the point in equilibrium, the forces are known as equilibrium concurrent forces. So I mark a point here. What is the name of our point? O. So based on O, there are three forces. This is first force, this is second force, then this is third force. Okay, then what is the next one? I said your point O is in equilibrium. Your point O is in equilibrium. For O to be in equilibrium, net force acting at O should be 0. So what is the net force acting at O? P plus Q plus R is the net force is equal to 0. Am I right? Then for this you can write P plus Q is equal to negative R. What is the meaning of this last step? See, a net effect of P and Q should be equal and opposite to R. Then O will be in equilibrium. Am I right? So how can you calculate the net effect of P and Q? Parayu. By using parallelogram law. So you draw parallel to this here. So draw parallel to this here. Then this will be the diagonal. This is the net effect of P and Q. Shall I write it F? See, this is the net effect of P and Q. This should be equal to R, but this should be opposite to R. Then O will be in equilibrium. Is it clear? So what is the condition for equilibrium here? See, the net effect of P and Q should be equal and opposite to R. Then O will be at rest. Your O will be in equilibrium. Manasilaya? So what are equilibrium concurrent forces? Parayu. If some forces acting at a point keep the point in equilibrium, the forces are known as equilibrium concurrent forces. In this situation, based on O, there are three forces P, Q and R. Then see, the net effect of P and Q is F. So this F, if this F is equal to R, then O will remain at rest and O will be in equilibrium. Is it clear? See, based on O, there are three forces P, Q and R. Then the net effect of P and Q is F. This F is equal to R. Then O will be at rest and O will be in equilibrium. So this type of forces are known as equilibrium concurrent forces. So what are equilibrium concurrent forces? If some forces act based on a point, keep the point in equilibrium, the forces are known as equilibrium concurrent forces. മനസ്സിലായല്ലോ? നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാമല്ലോ.